ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിൽ 2024-2025 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നാഗമണ്ഡല എന്നുള്ള വർക്കിനകത്ത്, ഗിരീഷ് കർണാടിൻ്റെ നാഗമണ്ഡല എന്നുള്ള വർക്കിനകത്തുള്ള കോബ്ര ഏത് ക്രീച്ചറായിട്ടാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നാഗമണ്ഡല എന്നുള്ള പ്ലേക്കകത്ത് കോബ്ര ട്രാൻസ്ഫോം ആയിരിക്കുന്നത് ഒരു ഹാൻസം ഹ്യൂമൻ മാൻ ആയിട്ടാണ്. അതായത് റാണിയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള അപ്പണ്ണയുടെ രൂപത്തിലാണ് കോബ്ര ട്രാൻസ്ഫോം ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മാജിക്കൽ ട്രാൻസ്ഫോർമേഷൻ്റെ റിസൾട്ടായിട്ടാണ് കോബ്ര റാണിയുടെ ലൈഫിൽ രാത്രിയിൽ എൻ്റർ ചെയ്യുന്നതും. ആൻഡ് ആ ഒരു ഹസ്ബൻഡിൻ്റെ അടുത്തുനിന്ന് കിട്ടാത്ത കെയർ ആൻഡ് ഇമോഷൻ അല്ലെങ്കിൽ ലവ് എന്ന് പറയുന്നത്, റിയൽ ഹസ്ബൻഡ് കൊടുക്കാത്ത ലവ് എന്ന് പറയുന്നത് കോബ്രയാണ് റാണിക്ക് കൊടുക്കുന്നത്. ആസ് എ റിസൾട്ട് ഷീ ഗോട്ട് പ്രഗ്നൻറ്റ് അല്ലേ. പിന്നീടാണ് മറ്റേ പ്യൂരിഫിക്കേഷൻ റൈറ്റ്സ് ഒക്കെ നടത്തുന്നതും. കോബ്ര വന്ന് അവളുടെ കഴുത്തിൽ കിടക്കുന്നു. അങ്ങനെ ഇവരൊരു ദേവിയായിട്ട് റാണിയെ കാണുന്നു. പിന്നെന്താണ്, അപ്പണ്ണ ഹസ്ബൻഡ് ഉണ്ടല്ലോ, അപ്പണ്ണ പിന്നീട് ഇവരെ അക്സെപ്റ്റ് ചെയ്യുന്നതൊക്കെ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ, അതായത് കോബ്ര ശരിക്കും പറഞ്ഞാൽ റാണിയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള അപ്പണ്ണയായിട്ട് അല്ലെങ്കിൽ ഒരു ഹാൻസം ഹ്യൂമൻ മാനായിട്ടാണ് മാറുന്നത്. പിന്നെ ദ പാസ്റ്റ് ഇസ് എ ഫോറിൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അൺടച്ചബിൾ കൂലി ആൻഡ് 2 ലീവ്സ് ആൻഡ് എ ബഡ് എന്ന് പറയുന്ന ആരുടെ വർക്കാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് മുൾക്രാജ് ആനന്ദിൻ്റെ വർക്കാണ്. സോ തിരിച്ചും ചോദിക്കാം, നിങ്ങൾക്ക് പഠിക്കാനുള്ള റൈറ്റേഴ്സിൻ്റെ വർക്ക്സും കാണാതെ പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ വർക്ക്സ് തന്നിട്ട് ഇത് ഏതാണ് റൈറ്റർ എന്നും ചോദിക്കാം. അപ്പോൾ മുൾക്രാജ് ആനന്ദിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള 3 വർക്ക്സാണ് അൺടച്ചബിളും, കൂലിയും, 2 ലീവ്സ് ആൻഡ് എ ബഡ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക്സ് കൂടുതലായിട്ടും കാണുന്നത് കാസ്റ്റ് ഒപ്രഷൻ ഉണ്ട്, കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്. അത് 2 ലീവ്സ് ആൻഡ് എ ബഡിനകത്ത് കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ചുമൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ ഇൻജസ്റ്റിസും വരുന്നുണ്ട്. അൺടച്ചബിളിനകത്തും കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷനൊക്കെ വരുന്നുണ്ട്. അൺടച്ചബിളിനകത്ത് ഒരു ദളിത് ബോയുടെ ലൈഫിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ കൂലിക്കകത്ത് ചൈൽഡ് ലേബറും പോവേർട്ടിയാണ് പറയുന്നത്. 2 ലീവ്സ് ആൻഡ് എ ബഡിനകത്ത് ഈ ടീ പ്ലാന്റേഷൻസിലുള്ള എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത് കേട്ടോ. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ സ്വാമിനാഥൻ്റെ മാൽഗുഡി ഡേയ്സിൽ സ്വാമിനാഥൻ്റെ ഫാദേഴ്സ് പ്രോമിസ് എന്തായിരുന്നു ആൻഡ് രവിയുടെ പ്രൈസ് എന്തായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. സ്വാമിനാഥൻ്റെ ഫാദർ പ്രോമിസസ് എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, നല്ലോണം എക്സാമിന് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിവാർഡ് തരാം എന്നുള്ളതാണ് കാണിക്കുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രവിയുടെ പ്രൈസ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ് ആൻഡ് സീക്ക് എന്നുള്ള ഗെയിമിൽ രവി വിൻ ചെയ്യുന്നു ആ ഗെയിമിൽ, പക്ഷേ ഒരു റെക്കഗ്നീഷനും രവിക്ക് കിട്ടുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പയ്യന് കിട്ടുന്ന പ്രൈസ് എന്ന് വെച്ചാൽ ആക്ച്വലി ഡിസപ്പോയിൻമെൻറ്റും ഇമോഷണൽ ഹേർട്ടുമാണ്. അവൻ്റെ വിക്ടറി ആരും സെലിബ്രേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. പിന്നെ ടാഗോറിൻ്റെ വിഷൻ ഓഫ് എൻലൈറ്റൻമെൻറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് എൻലൈറ്റൻമെൻറ്റ് എന്ന് വെച്ചാൽ ജേർണി ടുവേർഡ്സ് ഫ്രീഡം, ട്രൂത്ത് ആൻഡ് യൂണിറ്റി വിത്ത് ഹ്യൂമാനിറ്റി. അതാണ് ടാഗോറിൻ്റെ ആ ഒരു വിഷൻ എന്ന് പറയുന്നത്. എൻലൈറ്റൻമെൻറ്റ് എന്ന് വെച്ചാൽ അദ്ദേഹം ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഫ്രീഡത്തിലോട്ടും ട്രൂത്തിലോട്ടും യൂണിറ്റിയിലോട്ടും ഹ്യൂമൻ ബീങ്സിൻ്റെ ആ ഒരു ജേർണിയാണ് എൻലൈറ്റൻമെൻറ്റ് എന്ന് അദ്ദേഹം എൻവിഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അതായത് വേൾഡ് ഫ്രീ ഫ്രം ഫിയർ, അല്ലെങ്കിൽ ഒരു ഡിവിഷനും ഇല്ലാത്തൊരു വേൾഡ്, ഒരു ഫിയറും ഇല്ലാത്തൊരു വേൾഡ്, ഇഗ്നോറൻസ് ഇല്ലാത്ത വേൾഡ്, അല്ലെങ്കിൽ റാഷണൽ തിങ്കിങ്ങും മോറൽ കറേജും ഉള്ളൊരു വേൾഡ്. അതാണ് എൻലൈറ്റൻമെൻറ്റ് അക്കോർഡിംഗ് ടു ടാഗോർ. പിന്നെ ഗൊല്ലുഗഞ്ച് എന്നുള്ള ആ ഒരു പ്ലേസ് എവിടെയാണ് യഥാർത്ഥത്തിൽ എന്ന് വെച്ചാൽ അത് ആസാമിലാണ്, നിയർ ദ ഇൻഡോ ബംഗ്ലാദേശ് ബോർഡറിൽ. ഓക്കെ, ആ ഒരു ലൊക്കേഷൻ കൾച്ചറലിയും പൊളിറ്റിക്കലിയും സിഗ്നിഫിക്കൻ്റ് ആണ്. മൈഗ്രേഷൻ, ഐഡൻറ്റിറ്റി ആൻഡ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഈ വർക്കിനകത്ത് വരുന്ന തീംസ് എന്ന് പറയുന്നത്. അതായത് ബോർഡർ ടൗണിനെ കുറിച്ചും മിക്സഡ് ഐഡൻറ്റിറ്റിയെക്കുറിച്ചും പിന്നെ ആ ബോർഡർ ടൗണിൽ ഉണ്ടാകുന്ന ടെൻഷനെ കുറിച്ചുമാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൂ റോട്ട് മിഡ് നൈറ്റ് ചിൽഡ്രൻ. മിഡ് നൈറ്റ് ചിൽഡ്രൻ ആരാണ് എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന് പറയുന്നത് സൽമാൻ റുഷ്ദിയാണ് എഴുതിയിരിക്കുന്നത്. ആ നോവലിനകത്ത് കണക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രൊട്ടാഗണിസ്റ്റിൻ്റെ ലൈഫും ഇന്ത്യയുടെ ഹിസ്റ്ററി പോസ്റ്റ് ഇൻഡിപെൻഡൻസും, അതായത് മാജിക്കൽ റിയലിസവും ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ളൊരു നറേഷനുമാണ്. ഐഡൻറ്റിറ്റി, മെമ്മറി ആൻഡ് നേഷൻഹുഡാണിത് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഈ ബുക്കിന് ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. 3 പ്രൈസസ് ആണ്, ബുക്കേഴ്സ് ഓഫ് ബുക്കറും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു വർക്കിന്. ഒരു പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിലെ ലാൻഡ്മാർക്ക് വർക്കാണ് മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് സ്വാമിനാഥൻ്റെ ഫാദേഴ്സ് ഹെൽപ്പ് എന്നുള്ള ആ ഒരു സ്റ്റോറിയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫാദേഴ്സ് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ മാൽഗുഡി ഡേയ്സിനകത്ത് നിന്ന് വരുന്നൊരു സെക്ഷനാണ്. സ്വാമിനാഥൻ്റെ അച്ഛൻ എന്ത് ചെയ്യുവാണ്, സ്ട്രിക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്യുന്നതിന് കംപ്ലയിൻറ്റ് ലെറ്ററായി അവരുടെ ടീച്ചറിനെതിരെ ഫോഴ്സ് ചെയ്യിപ്പിക്കുവാണ് എഴുതാൻ വേണ്ടി. പക്ഷേ ഈ ഗൈഡൻസ് ആക്ച്വലി സിറ്റുവേഷനെ വേഴ്സൺ ചെയ്യുന്നു, ലീഡിങ് സ്വാമിനാഥൻ ഇൻ ടു ട്രബിൾ ആൻഡ് ഫിയർ.
അപ്പം അമ്മ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ജെൻറ്റിൽ ആൻഡ് പ്രൊട്ടക്റ്റീവാണ്, ഒരു ഇമോഷണൽ കംഫർട്ട് കൊടുക്കുന്ന ഒരു സ്പേസാണ് സ്വാമിനാഥന്. സോ അവർ വാംത്ത് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് കാണിക്കുന്നത്. ഫാദർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫാദർ ഫിഗർ എന്ന് പറയുന്നത് ഒരു അതോറിറ്റേറിയൻ ഫിഗറാണ്, അല്ലെങ്കിൽ അതോറിറ്റിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയും തമ്മിലുള്ള ആ ഒരു കാര്യമാണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഫാദേഴ്സ് ഹെൽപ്പിനകത്ത്. പിന്നെ ഷാഡോ ലൈൻസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഷാഡോ ലൈൻസ് എന്നുള്ള ടൈറ്റിൽ തന്നെ കാണിച്ചിരിക്കുന്നത് നേഷനും ഐഡൻറ്റിറ്റിയും തമ്മിലുള്ള ഇൻവിസിബിൾ ബോർഡറിനെ കുറിച്ചാണ്. അതായത് എങ്ങനെയാണ് ഈ ബൗണ്ടറീസ് ഒക്കെ പിന്നെ ഭയങ്കര പവർഫുൾ ആയിട്ട് വരുന്നതെന്നും നാഷണലിസവും ഡിവിഷനുമാണ് ഈ നോവൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ കമലാദാസിൻ്റെ ആൻ ഇൻട്രൊഡക്ഷൻ എന്നുള്ള പോയത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ എക്സ്പെക്റ്റേഷൻസ് ഓഫ് വിമനെ എങ്ങനെ നമുക്ക് റിജക്റ്റ് ചെയ്യാം എന്നുള്ളൊരു എക്സ്പ്രഷനാണ് ഈ പോയത്തിനകത്ത് കാണിക്കുന്നത്. അവരുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചും ബോഡിയെക്കുറിച്ചും ഡിസയറിനെ കുറിച്ചുമാണ് അവർ ബോൾഡായിട്ട് സ്പീക്ക് ചെയ്യുന്നത്. ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ടൂൾ ഓഫ് എംപവർമെൻ്റ് ആയിട്ട് മാറുന്നു. ഓക്കെ. അതായത് ഇതിനകത്ത് ജെൻഡർ ഫ്ലൂയിഡിറ്റിയെക്കുറിച്ചും സെക്ഷുവാലിറ്റിയെക്കുറിച്ചും ഓപ്പണായിട്ടാണ് ഈ പോം സംസാരിക്കുന്നത്. പേട്രിയാർക്കിയെ ചലഞ്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു പോം ഒരു കൺഫെഷണൽ ടൈപ്പ് ഓഫ് പോമാണ്, അത് മറന്നു പോകരുത്. പിന്നെ നാഗമണ്ഡലയുടെ എൻഡിങ്ങിനെ കുറിച്ചും സ്റ്റോറി ടെല്ലിങ്ങിനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. അതായത് റാണിയുടെ സിറ്റുവേഷനെ കുറിച്ച് പറയുക, ട്രയലിനെ കുറിച്ച് പറയുക. സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇതിനകത്ത് വരുന്നതെന്ന്, അതായത് ഇതിനകത്ത് ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുക, ഇതൊരു ഫോക്ലോറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന് പറയുക. പിന്നെന്താണ് സ്റ്റോറീസ് എങ്ങനെയാണ് ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വോയിസ് കൊടുക്കുന്നതെന്ന് പറയുക. ഇതിനകത്ത് മിത്തും ഫെമിനിസവും തീമായിട്ട് വരുന്നുണ്ട്. ഓക്കെ. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഗൊലുഖുഞ്ച് എന്നുള്ള പ്ലേസിൻ്റെ സിഗ്നിഫിക്കൻസ് ചോദിച്ചിട്ടുണ്ട്. അത് ആ വർക്കിനകത്ത് തന്നെ പോയത്തിനകത്ത് തന്നെ പറയുന്നുണ്ട്. അതൊരു ബോർഡർ ടൗൺ ആണ്, ഹൈബ്രിഡ് ഐഡൻറ്റിറ്റിയെ കാണിക്കുന്നു. പൊളിറ്റിക്കൽ ബോർഡേഴ്സ് ഓൺ ഹ്യൂമൻ ലൈഫിൻ്റെ എഫക്റ്റാണ് ആ ബോർഡർ ടൗൺ കാണിക്കുന്നത്. ആളുകളെന്ന് പറയുന്നത് ദേ ആർ ടോൺ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് കൾച്ചർ ആൻഡ് ഡിഫറെൻറ്റ് നേഷൻ. ആ ഒരു അൺസർട്ടനിറ്റിയെക്കുറിച്ചും ഡിസ്പ്ലേസ്മെൻറ്റിനെ കുറിച്ചുമാണ് ഇത് സംസാരിക്കുന്നത്. ഈ ടൗൺ എന്ന് പറയുന്നത് എൻ്റെ ഒരു മെറ്റഫറാണ് ഡിവൈഡഡ് ഐഡൻറ്റിറ്റീസിൻ്റെ. ഓക്കെ. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ടാഗോറിൻ്റെ ഫിലോസഫിയെക്കുറിച്ച്. അത് ടാഗോറിൻ്റെ ഫിലോസഫിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്താ പറയുക, നമുക്ക് പഠിക്കാനുള്ള വർക്കിനെയും ബേസ് ചെയ്തിട്ട് വേണം എഴുതാൻ. ഓക്കെ. ആ എൻലൈറ്റൻമെൻറ്റിൻ്റെ കാര്യവും ഫ്രീഡം, സ്പിരിച്വാലിറ്റി, നേച്ചറും ഹ്യൂമാനിറ്റിയും തമ്മിലുള്ളൊരു ഹാർമണി, അതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കേണ്ടത് കേട്ടോ. പിന്നെ വിമൻ പാർട്ടീഷൻ റൈറ്റേഴ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അമൃത പ്രീതവും ബാപ്സി സിദ്വയും ഒക്കെ വരുന്നുണ്ട്. ട്രോമ, വയലൻസ്, ആ സഫറിങ് ഡ്യൂറിങ് പാർട്ടീഷൻ, പിന്നെ സ്ത്രീകളുടെ എക്സ്പീരിയൻസ് എന്താണ് ആ ഒരു പാർട്ടീഷൻ്റെ സമയത്തുള്ളത്, പിന്നെ അവരുടെ റൈറ്റിംഗ് ഇമോഷണലി പവർഫുൾ ആണെന്നുള്ള കാര്യവും, ഇവർ രണ്ടുപേരും പാർട്ടീഷൻ ലിറ്ററേച്ചറിൽ ഒരു കീ വോയിസ് ആണെന്നുള്ള കാര്യവും എഴുതുക. ഓക്കെ. പിന്നെ വെൻ ലാൻഡ്സ്കേപ്പ് ബിക്കംസ് വുമണും അലിഗർ എന്നുള്ള വർക്കും. അലിഗർ എന്ന് പറയുന്ന അരവിന്ദ് കൃഷ്ണ മെഹ്റോത്രയുടെയാണ്. അതിനകത്ത് മെമ്മറി ആൻഡ് പ്ലേസിനെ കുറിച്ചും പാസ്റ്റ് ആൻഡ് പ്രസൻറ്റിനെ കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. വെൻ ലാൻഡ്സ്കേപ്പ് ബിക്കംസ് വുമണിനകത്ത് അരുന്ധതി സുബ്രഹ്മണ്യത്തിൻ്റെ വർക്കിനകത്ത് ഫീമെയിൽ ബോഡിയെ നേച്ചറായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. ഈ രണ്ട് പോംസ് എന്ന് പറയുന്നത്, അതായത് അലിഗർ എന്നുള്ളതാണെങ്കിലും വെൻ ലാൻഡ്സ്കേപ്പ് ബിക്കംസ് വുമൺ എന്നുള്ള പോം ആണെന്നുണ്ടെങ്കിലും ഐഡൻറ്റിറ്റിയെക്കുറിച്ചും ട്രാൻസ്ഫോർമേഷനെ കുറിച്ചുമാണ് പറയുന്നത്. മറ്റേതിനകത്ത് നേച്ചർ എന്ന് പറയുന്നത് സിംബോളിക്കായിട്ട് ഒരു ഫെമിനിറ്റിയുടെ സിംബലിസമായിട്ടാണ് വരുന്നത്. ഓക്കെ. പിന്നെ ടെമ്പററി മാറ്ററിനെ കുറിച്ചും ഗെയിംസ് അറ്റ് ട്വൈലൈറ്റിനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. ടെമ്പററി മാറ്റർ എന്നുള്ള ആ ഒരു ടൈറ്റിലുണ്ടല്ലോ, അതായത് ഒരു ബ്രീഫ് പവർ കട്ട് എങ്ങനെയാണ് ഒരു മാരേജിൻ്റെ ഇമോഷണൽ ട്രൂത്തിനെ ഡീപ്പറായിട്ട് റിവീൽ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഗ്രീഫ് ആൻഡ് കമ്മ്യൂണിക്കേഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ടെമ്പററി മാറ്റർ ബൈ ജുംബ ലാഹിരി. ഗെയിംസ് അറ്റ് ട്വൈലൈറ്റിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ എങ്ങനെയാണ് ഒരു ഇമോഷണൽ ലോൺലിനെസ്സിന് വഴിയൊരുക്കുന്നത്. രവിയുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നെഗ്ലക്റ്റഡ് ആവുന്നത്, രവിയുടെ ആ ഒരു സെൽഫ് വർത്തിനെ എങ്ങനെ, ഡിഗ്നിറ്റി എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്നുള്ള കാര്യവും. ഈ രണ്ട് ടെക്സ്റ്റും ടെമ്പററി മാറ്റർ ആണെന്നുണ്ടെങ്കിലും ഗെയിംസ് അറ്റ് ട്വൈലൈറ്റ് ആണെന്നുണ്ടെങ്കിലും രണ്ടും ലോൺലിനെസ്സുമായിട്ട് ഡീൽ ചെയ്യുന്നതാണ്. അതായത് ഫ്രജൈലായിട്ടുള്ള ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ കാണിക്കുന്നതാണ്. ഇത് രണ്ടും ക്വസ്റ്റ്യനകത്ത് സെപ്പറേറ്റഡ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് ഉണ്ടെങ്കിലും ഞാനിത് രണ്ടും കമ്പൈൻഡ് ആക്കി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതിൻ്റെ രണ്ടിൻ്റെ തീം ഏകദേശം ഒരുപോലാണെന്നുള്ളത്. പിന്നെ ഷാഡോ ലൈൻസിനകത്തുള്ള കൾച്ചറൽ കോണ്ടെക്സ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് പാർട്ടീഷനും നാഷണലിസവും മെമ്മറി, റയറ്റുകളെ കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഷാഡോ ലൈൻസിനകത്ത് ഇൻഡോ ബംഗ്ലാദേശ് റിലേഷൻസിനെ കുറിച്ചും ഹിസ്റ്ററി പ്ലസ് പൊളിറ്റിക്കൽ ഇവൻസിനെ കുറിച്ചും കൾച്ചറൽ ഐഡൻറ്റിറ്റിയെക്കുറിച്ചും വയലൻസിനെ കുറിച്ചും ഒക്കെയാണ് ഈ ഒരു വർക്കിനകത്ത് പറയുന്നത്. പ്ലസ് നിങ്ങൾ അതിൻ്റെ ആ ഒരു സ്റ്റോറി പ്ലസ് ക്യാരക്ടേഴ്സും കൂടെയാണ് ഇതിനകത്ത് എഴുതേണ്ടത് കേട്ടോ. പിന്നെ തോറുദത്തിൻ്റെ ഇമേജറിയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. തോറുദത്തിൻ്റെ ഇമേജറി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള പോയതിനകത്തുള്ള തോറുദത്തിൻ്റെ ഇമേജറി, അതായത് ഇമേജസ് എന്തൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. പിന്നെ ടാഗോറിൻ്റെ അതുപോലെ തന്നെ സൽമാൻ റുഷ്ദിയുടെ ക്വസ്റ്റ്യൻ പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതിനകത്ത് എങ്ങനെയാണ് എന്താണ് സൽമാൻ റുഷ്ദി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇന്ത്യൻ റൈറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഐഡിയ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത്
ഇന്ത്യൻ റൈറ്റേഴ്സ് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിലുള്ള ഇന്ത്യൻ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതുന്ന ഇന്ത്യൻ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് ഹൈബ്രിഡ് ഐഡൻറ്റിറ്റിയാണുള്ളത്. അപ്പോൾ അവർക്കൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഫീൽ ചെയ്യും. എന്ന് വെച്ചാൽ അവരവരുടെ സ്വന്തം രാജ്യത്ത് നിന്ന് മാറി അല്ലെങ്കിൽ അവർ വേറൊരു രാജ്യത്ത് പോയിരുന്ന് എഴുതുവാണ്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൾച്ചറിൻ്റെയും ഹിസ്റ്ററിയുടെയൊക്കെ ഒരു മിക്സാണ് അവരുടെ വർക്കിനകത്ത് വരുന്നത്. അവർ ആ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അവരുടെ ഹോംലാൻഡിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അവർക്ക് പുതിയൊരു പേഴ്സ്പെക്റ്റീവിലാണ് അവരുടെ രാജ്യത്തിനെക്കുറിച്ച് എഴുതാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അവർ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറിയിലൂടെയുള്ളൊരു ഇന്ത്യയാണ്. അതൊരു ഇന്നവേറ്റീവ് ലിറ്ററേച്ചറിന് വഴിയൊരുക്കുന്നു. പിന്നെ നാഗമണ്ഡലയ്ക്കകത്തുള്ള മിത്തോളജിയെക്കുറിച്ചും എംപവർമെൻറ്റിനെക്കുറിച്ചും. മിത്തോളജി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ആ ഫോക്ലോറിൻ്റെ കഥയാണ് പറയേണ്ടത്. ആ തുടക്കം അതും പറയുക, ആ ലാമ്പുകൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യവും പറയുക. പിന്നെന്താണ് എംപവർമെൻറ്റ് എന്ന് പറയുമ്പോൾ ഫെമിനിസ്റ്റ് തീമാണ് ഇതിനകത്ത് വരുന്നത്. ആ റാണിയുടെ സ്റ്റോറിയും ബാക്കിയുള്ള വേറെ ഏതെങ്കിലും സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ സ്റ്റോറിയും പറഞ്ഞു പോവുക കേട്ടോ. സൂപ്പർ നാച്ചുറൽ തീമൊക്കെയാണ് ഇതിനകത്ത് മിത്തോളജി അല്ലെങ്കിൽ ഫോക്ലോറിനകത്ത് വരേണ്ടത്. പിന്നെ ടെറബിൾ മേട്രിയാർക്കിയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഈസ്റ്റേൺ കയറിൻ്റെ. അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റംസ് എങ്ങനെയാണ് ജെൻഡർ റോൾസിനെ ഹൈറാർക്കി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഒപ്രസീവ് ആയിട്ടുള്ള ട്രഡീഷണൽ നോവൽ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് ജനറേഷണൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ടെറബിൾ മേട്രിയാർക്കിക്കകത്ത് പറഞ്ഞു പോയേക്കുന്നത്. പിന്നെ ടെമ്പററി മാറ്റർ എന്നുള്ള വർക്കിനകത്ത് ലോൺലിനെസ്, ആ കറണ്ട് കട്ടിൻ്റെ സമയത്താണ് ഇവർ തമ്മിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കുന്നത്. അവർ തമ്മിലുള്ള ഒരു ലോൺലിനെസ് അവിടെയാണ് പുറത്ത് വരുന്നത്. അപ്പോൾ അത് ആ മാരേജിലുള്ള ആ ഒരു സൈലൻറ്റ് സഫറിങ് ആ സ്റ്റോറിക്കകത്ത് എങ്ങനെ വരുന്നു എന്നുള്ളത്, ആ ഒരു ഇമോഷണൽ സെപ്പറേഷനെ കുറിച്ച് പറയുക, അവരുടെ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗൺ ആവുന്നതിനെക്കുറിച്ച് പറയുക. ഓക്കെ. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ സച്ചിദാനന്ദൻ്റെ എസ്സേ നല്ലപോലെ പഠിച്ചു വെച്ചേക്കുക. കെ സച്ചിദാനന്ദൻ്റെ എസ്സേ അതിനകത്ത് ഇന്ത്യൻ ലിറ്ററേച്ചർ എങ്ങനെയാണ് അദ്ദേഹം മൾട്ടി ലിംഗ്വലായിട്ടും ഡൈവേഴ്സായിട്ടും കൺസിഡർ ചെയ്യുന്നത്. അതായത് കെ സച്ചിദാനന്ദൻ്റെ ആർഗ്യുമെൻറ്റ്സ് ആണ് എസ്സേ പോലെ ചോദിച്ചിട്ടുണ്ട്, 4 മാർക്സ് ആയിട്ടും ചോദിക്കാം. അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് വെച്ചാൽ ഒരു സിംഗിൾ യൂണിഫൈഡ് ഐഡൻറ്റിറ്റി അല്ല, അത് ഒരുപാട് ലിറ്ററേച്ചർ കൂടെ കയറുന്നതാണ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. സോ ആ റീജിയണൽ അല്ലെങ്കിൽ കൾച്ചറൽ പ്ലൂറാലിറ്റി ഉണ്ട്. ട്രാൻസ്ലേഷൻ്റെ കാര്യം അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്ലൂസിവിറ്റിയെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. അതൊരു ഡൈനാമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇവോൾവിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചേഞ്ചിങ് ആയിട്ടുള്ളൊരു ഫീൽഡാണ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. പിന്നെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2024 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മെക്കോളേസ് മിനിറ്റ്സ് എപ്പോഴാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. മെക്കോളയുടെ ഫുൾ നെയിം തോമസ് ബാബിങ്ടൺ മെക്കോളെ എന്നാണ്. അപ്പോൾ മെക്കോളേസ് മിനിറ്റ്സ് എന്ന് വെച്ചാൽ ഇന്ത്യൻ എഡ്യൂക്കേഷനെ കുറിച്ചുള്ള മിനിറ്റ്സ്, അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ അത് 1835 ഫെബ്രുവരി 2 പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം കേട്ടോ, അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് ബ്രിട്ടീഷ് കൊളോണിയൽ റൂളായിരുന്നു ഇന്ത്യയിൽ. ഈ ഡോക്യുമെൻറ്റിനകത്ത് പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞേക്കുന്നതാണ് അദ്ദേഹം. അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള ഇന്ത്യൻ ലേണിങ്ങിനെ റിജക്റ്റ് ചെയ്തും ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്തും കൊണ്ടുള്ള ഒരു റിട്ടൺ വർക്കാണെന്ന് പറയുന്നത്. അതായത് കൊളോണിയൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ ഷേപ്പ് ചെയ്തൊരു കാര്യമാണ് മെക്കോളേസ് മിനിറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നെൻസി മിസിക്കലിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് വർക്കിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാനുള്ള വർക്ക് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യാം. ഞാൻ ഇതാ പറഞ്ഞത്, ഓരോ റൈറ്റേഴ്സിൻ്റെ വർക്കിനെ കുറിച്ച് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. വർക്ക് തന്നിട്ട് ഹൂ ഈസ് ദി ഓതർ എന്നും ചോദിക്കാം, അല്ലെങ്കിൽ ഈ ഓതറിൻ്റെ പേര് തന്നിട്ട് 2 വർക്ക് മെൻഷൻ ചെയ്യാനും പറയാം. അപ്പോൾ 2 വർക്ക്സ് എങ്കിലും മിനിമം അറിഞ്ഞിരിക്കണം, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള. നെൻസി മിസിക്കലിൻ്റെ ഒരു വർക്ക് എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോൺ എന്ന് പറഞ്ഞൊരു വർക്ക് ഉണ്ട് കേട്ടോ. പിന്നെ സാവിത്രി എന്നുള്ള വർക്ക് ആരാണ് എഴുതിയത്, അത് ശ്രീ അരബിന്ദോ ആണ്. സാവിത്രി എന്ന് പറയുന്ന മഹാഭാരതത്തിലെ സ്റ്റോറിയെ ബേസ് ചെയ്തിട്ട് എഴുതിയിട്ടിരിക്കുന്ന ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള എപ്പിക്കാണ് സാവിത്രി. ലൈഫും ഡെത്തിനെ കുറിച്ചും സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിന്നെ ബുക്കർ ഓഫ് ബുക്കേഴ്സ് എന്നുള്ള പ്രൈസ് കിട്ടിയത് ആരാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. 2025 ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമ്മൾ സൽമാൻ റുഷ്ദിയുടെ മിഡ് നൈറ്റ് ചിൽഡ്രൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബുക്കർ ഓഫ് ദ ബുക്കേഴ്സും ബുക്കർ പ്രൈസും ഒക്കെ ഇതേ വർക്കിന് തന്നെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഒരു 3 പ്രൈസ് എങ്കിലും ഈ ബുക്കിന് കിട്ടിയിട്ടുണ്ട്. മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്നുള്ള വർക്കിനാണ് ഇദ്ദേഹത്തിന് ബുക്കർ പ്രൈസും കിട്ടിയത്. ഇതേ സെയിം ബുക്കിന് തന്നെ ബുക്കർ ഓഫ് ബുക്കേഴ്സ് എന്ന് പറഞ്ഞൊരു പ്രൈസും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 1981 ഈ ഒരു വർക്കിന് ബുക്കർ പ്രൈസ് കിട്ടിയത്. പിന്നീട് ബുക്കർ ഓഫ് ബുക്കേഴ്സ് എന്ന് പറഞ്ഞൊരു പ്രൈസും അദ്ദേഹത്തിന് കിട്ടി. പിന്നെ ഗ്ലാസ് പാലസ് ആരാണ് എഴുതിയത്, അമിതാവ് ഘോഷാണ്. ബർമ, മലയ അല്ലെങ്കിൽ പിന്നെന്താണ് കൊളോണിയൽ ഹിസ്റ്ററി അക്രോസ് ഇന്ത്യ, ഈ 3 സ്ഥലങ്ങളിലെ കാര്യങ്ങളാണ് ഈ നോവൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. പിന്നെ VS നെയ്പോളിൻ്റെ ഒരു ഫേമസ് വർക്ക് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നോവൽ ചോദിച്ചിട്ടുണ്ട്. എ ഹൗസ് ഫോർ മിസ്റ്റർ ബിശ്വാസ് എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് നോവലാണ്. ഒരു മനുഷ്യൻ ഇൻഡിപെൻഡൻസിന് വേണ്ടിയും ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയും സ്ട്രഗിൾ ചെയ്യുന്നതാണ് ഈ ഒരു നോവലിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇത് സെമി ഓട്ടോബയോഗ്രഫിക്കൽ നോവലാണ് VS നെയ്പോളിൻ്റെ. അപ്പം ഓരോ റൈറ്റേഴ്സിൻ്റെ വർക്കിനെ കുറിച്ചും അറിഞ്ഞിരിക്കുക. പിന്നെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആരാണ് എഴുതിയത്, അരുന്ധതി റോയ് ആണ്. ഈ ഒരു വർക്കിന് ബുക്കർ പ്രൈസ് അവർക്ക് 1997 കിട്ടിയിട്ടുണ്ട്. ഈ നോവൽ സെറ്റ് ചെയ്തിരിക്കുന്നത് കേരളത്തിലാണ്. ഇവരുടെ കുറേ പേഴ്സണൽ ആയിട്ടുള്ള ഓട്ടോബയോഗ്രഫിക്കൽ എലിമെൻറ്റ്സ് ഈ നോവലിനകത്ത് വരുന്നുണ്ട്. കാസ്റ്റിനെ കുറിച്ചും ഫാമിലിയെക്കുറിച്ചും ലവും ഒക്കെ ഇതിനകത്ത് തീമായിട്ട് വരുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഹോംലെസ് ഓൺ ഗൂഗിൾ എർത്ത് എന്ന് പറയുന്ന ആരുടെ വർക്കാണ്, അത് AK രാമാനുജൻ്റെ ഒരു പോമാണ്.
ഐഡന്റിറ്റിയെക്കുറിച്ചും ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുറച്ച് ആളുകൾ സ്വന്തം ടൗണിൽ അല്ലെങ്കിൽ സ്വന്തം സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരു സ്ഥലത്തോട്ട് പോകുന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഏലിനേഷന്റെ തീമും ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ആ ഒരു കൾച്ചറൽ ഡുവാലിറ്റിയെ കുറിച്ചൊക്കെയാണ് ഈ ഒരു വർക്കിനകത്ത് വരുന്നത്. പിന്നെ സീരിയസ് മെൻ എന്നുള്ള വർക്ക് ആരാണ് എഴുതിയത്? മനു ജോസഫാണ് എഴുതിയത്. ഇതൊക്കെ നിങ്ങളുടെ ആ തിയറി പോർഷനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ സീരിയസ് മെൻ എന്നുള്ളതിനകത്ത് ഇതൊരു സറ്റേറിക്കൽ നോവലാണ് കേട്ടോ. കാസ്റ്റും അംബീഷനെ കുറിച്ചും സയൻസിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു പോയേക്കുവാണ്. ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്ന ദളിത് അസിസ്റ്റന്റിന്റെ സ്റ്റോറിയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഫെമിനിസ്റ്റ് ഡയസ്പോറ റൈറ്ററിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ജുംബ ലാഹിരിയാണ്. അവരുടെ വർക്ക് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ടെമ്പററി മാറ്റർ. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഐഡന്റിറ്റിയെക്കുറിച്ചും മൈഗ്രേഷനെ കുറിച്ചും ജെൻഡർ റോളിനെ കുറിച്ചും ഒക്കെയാണ് അവർ എഴുതുന്നത്. പിന്നെ വരുന്നത് ഡയസ്പോറിക് ലിറ്ററേച്ചർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡയസ്പോറിക് ലിറ്ററേച്ചർ എന്ന് വെച്ചാൽ ഇവിടെ സ്വന്തം ഹോം ടൗൺ വിട്ടിട്ട് മറ്റൊരു സ്ഥലത്ത് പോയി ഇരുന്ന് അവരവരുടെ ഹോം ടൗണിനെ കുറിച്ച് എഴുതുന്നുണ്ടല്ലോ, അതിനെയാണ് ഡയസ്പോറിക് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. മൈഗ്രേഷനെ കുറിച്ചും ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ചും ഐഡന്റിറ്റിയെക്കുറിച്ചും റൈറ്റേഴ്സ് അവർ ഫേസ് ചെയ്യുന്ന ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ, അതിനെ നൊസ്റ്റാൾജിയെക്കുറിച്ചും പിന്നെ ആ ഒരു ഫോറിൻ ലാൻഡിൽ ഇവരെങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെയാണ് അവർ എഴുതുന്നത്. ആ എലിനേഷനെ കുറിച്ചും ആ ഒരു ഇമിഗ്രൻ്റ് എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ എഴുതുന്നതാണ് ഡയസ്പോറിക് ലിറ്ററേച്ചർ. ഇത് പറയുമ്പോൾ ഇതിനകത്ത് വരുന്ന ജുംബ ലാഹിരിയുടെ കാര്യമൊക്കെ പറഞ്ഞു പോവുക. ആ ഒരു വർക്കിനകത്തും അവരുടെ വർക്ക്സിനകത്തും എങ്ങനെയാണ് ഈ ഒരു ഡയസ്പോറ വരുന്നതെന്നുള്ളതും പറഞ്ഞു പോവുക. ടെറിബിൾ മേട്രിയാർക്കിയുടെ മേട്രിയാർക്ക് എന്നുള്ള ആ ഒരു ക്യാരക്ടർ ആരാണ്? ഗ്രാൻഡ് മദർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സ്ട്രിക്റ്റ് ആൻഡ് അതോറിറ്റേറിയൻ ഫിഗർ ആണ്. പേട്രിയാർക്കൽ ട്രഡീഷനെ അപ്ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ത്രീയായിട്ടാണ് ഇതിനകത്ത് ഗ്രാൻഡ് മദറിനെ കാണിക്കുന്നത് അല്ലേ. ഗേൾസിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു, എസ്പെഷ്യലി പ്രൊട്ടാഗണിസ്റ്റിനെ. അപ്പം അവർ ആ പേട്രിയാർക്കി എങ്ങനെയാണ് ഇന്റേണലൈസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഗ്രാൻഡ് മദർ ലൈക്ക് ഫിഗർ, അതാണ് ഇവിടെ പറയേണ്ടത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ടെമ്പററി മാറ്റർ എന്നുള്ള സ്റ്റോറിക്കകത്തുള്ള എൻഡിങ് എങ്ങനെയാണ്. അപ്പോൾ അത് ആ ഇമോഷണൽ സെപ്പറേഷനെ കുറിച്ച് പറയുക. ആ ഒരു കറണ്ട് കെട്ടിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ബ്ലാക്ക് ഔട്ടിൻ്റെ സമയത്താണ് ഇവർ കൺഫസ് ചെയ്യുന്നത്. അപ്പോഴാണ് ഓരോ സത്യങ്ങളൊക്കെ ഈ റിലേഷൻഷിപ്പിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്നും സ്ട്രെയിൻഡ് റിലേഷൻഷിപ്പ് ആണെന്നുള്ളതും എല്ലാം പുറത്തു വരുന്നത് അല്ലേ. അപ്പോൾ അവർ തമ്മിലുള്ള ആ സ്റ്റിൽ ബോൺ ചൈൽഡിനെ കുറിച്ചുള്ള ട്രൂത്തിനെ കുറിച്ചൊക്കെ ഇവർ സംസാരിക്കുന്നു. അവർ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഇല്ലായ്മയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മാരേജിലുള്ള ആ ഒരു ലോൺലിനെസ്സിനെ കുറിച്ചാണ് ഇത് സംസാരിക്കുന്നത്. പിന്നെ പാർട്ടീഷൻ ഫിക്ഷൻ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പാർട്ടീഷൻ നോവൽസ് ആയിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതിനകത്തുനിന്ന് പാർട്ടീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന നോവൽസ് അല്ലെങ്കിൽ വർക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചാണ് എഴുതേണ്ടത്. പാർട്ടീഷൻ ഫിക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1947 പാർട്ടീഷൻ ആ ഒരു ഡിവിഷൻ ഉണ്ടല്ലോ, അതിനുശേഷം ഇറങ്ങിയ നോവൽസ് അല്ലെങ്കിൽ റൈറ്റേഴ്സ് അല്ലെങ്കിൽ റൈറ്റിങ്സ് എങ്ങനെയായിരുന്നു. ഇപ്പോൾ വയലൻസിനെ കുറിച്ചായിരിക്കും, ഐഡന്റിറ്റി ക്രൈസിസിനെ കുറിച്ചായിരിക്കും, ഹ്യൂമൻ സഫറിങ്ങിനെ കുറിച്ച് വരും, കമ്മ്യൂണൽ ടെൻഷനെ കുറിച്ച് വരും, പിന്നെന്താണ് പേഴ്സണൽ സ്റ്റോറീസ്, ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ്, ഇതൊക്കെയാണ് തീമായിട്ട് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള റൈറ്റേഴ്സിനെ കുറിച്ചും ഈ പാർട്ടീഷൻ തീം വരുന്ന റൈറ്റിങ്സിനെ കുറിച്ചും വേണം എഴുതാൻ കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് മദർഹുഡിൻ വെൻ ലാൻഡ്സ്കേപ്പ് ബിക്കംസ് വുമൺ എന്നുള്ള വർക്കിനകത്ത് മദർഹുഡ്. അപ്പോൾ അത് ഫെമിനിസ്റ്റ് തീമാണ് വരുന്നത്. അപ്പോൾ അതെന്തായാലും ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വരും. മദർഹുഡ് എന്ന് അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെ നേച്ചറുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. ഫീമെയിൽ ബോഡിയെ നർച്ചറിങ് ആയിട്ടും വളരെ കോംപ്ലക്സ് ആയിട്ടുമാണ് കാണിച്ചിരിക്കുന്നത്. അവരുടെ ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് പറയുന്നു ആ ഒരു മെറ്റേണൽ ഇമേജിലൂടെ. അതായത് ഫെമിനിറ്റിയെ ലാൻഡ്സ്കേപ്പുമായിട്ട് കണക്ട് ചെയ്യുന്നു. പിന്നെ ഗെയിംസ് അറ്റ് ട്വൈലൈറ്റിൻ്റെ ക്ലൈമാക്സ് എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ആ കുട്ടി രവി എന്ന് പറഞ്ഞ കുട്ടി അതായത് വിക്ടറി എക്സ്പെക്ട് ചെയ്ത് തിരിച്ചു വരുമ്പോൾ അവനെ എല്ലാവരും ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പുതിയ ഗെയിമിലോട്ട് ബാക്കിയുള്ള പിള്ളേർ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് അവൻ്റെ എക്സൈറ്റ്മെൻറ്റിനെ ഷാറ്റർ ചെയ്യുന്നു. അപ്പോൾ അവൻ ഇമോഷണലി ഐസൊലേറ്റഡ് ആവുകയാണ് അവിടെ. അപ്പോൾ ആ ചൈൽഡ്ഹുഡ് ഡിസപ്പോയിൻമെൻറ്റിനെ കുറിച്ചും നെഗ്ലക്റ്റിനെ കുറിച്ചുമാണ് ഇവിടെ ഈ സ്റ്റോറി സംസാരിക്കുന്നത്. ഇന്ത്യൻ ഇംഗ്ലീഷ് ഫിക്ഷനിലെ ട്രയോ റൈറ്റേഴ്സ് എന്നറിയപ്പെടുന്ന ആരാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഉൾക്കരാജാനന്ദ്, RK നാരായൺ, രാജറാവു. ഈ 3 പേരുടെയും 2 വർക്ക്സ് വീതമെങ്കിലും പഠിച്ചു വെക്കുക കേട്ടോ. സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചാണ് ഇവർ 3 പേരും എഴുതുന്നത്. പിന്നെ ഈ ആൻ ഇൻട്രൊഡക്ഷൻ എന്നുള്ള പോയത്തിനകത്തെ മെസ്സേജ് എന്താണ്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു ക്വസ്റ്റ്യൻ. സെൽഫ് ഐഡന്റിറ്റി, റിബല്യൻ, ഫെമിനിസം വളരെ ബോൾഡായിട്ട് കൺഫസ് ചെയ്തേക്കുവാണ് അവർ സെക്ഷുവാലിറ്റിയെ കുറിച്ചുമൊക്കെ. പിന്നെന്താണ് ആ സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻസിനെ, സ്ത്രീകളുടെ മുകളിലുള്ള സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻസൊക്കെ റിജക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇൻഡിവിജ്വാലിറ്റി എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നൊക്കെയുള്ളതാണ് ഈ ഒരു പോയത്തിനകത്ത് സംസാരിക്കുന്നത്. മാക്സിമം ഈ പോയത്തിനകത്തുള്ള 2-3 ലൈൻസ് ഒക്കെ കോട്ട് ചെയ്ത് എഴുതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാർക്കിനനുസരിച്ച് 2 മാർക്സിനൊന്നും വേണ്ട, 4 മാർക്സും 15 മാർക്സും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല കോട്ട് ചെയ്ത് എഴുതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും.
പിന്നെ പ്രീ ഇൻഡിപെൻഡൻസ് ഫിക്ഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇൻഡിപെൻഡൻസിന് മുന്നേ ഉള്ള റൈറ്റേഴ്സ് ആരൊക്കെയാണ്, അവരെന്തൊക്കെയാണ് തീംസ് എഴുതിയിട്ടുള്ളത്, അതായത് ബ്രിട്ടീഷ് റൂളിനെ കുറിച്ച് എന്തൊക്കെ വരുന്നു, ഇതാണ് എഴുതേണ്ടത്. അപ്പോൾ ഇതിനകത്ത് പ്രീ ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ കൊളോണിയൽ റൂളിനെ കുറിച്ചൊക്കെ ആയിരിക്കും പറയുന്നത്. കാസ്റ്റ്, പോവേർട്ടി, നാഷണലിസം ഒക്കെ തീമായിട്ട് വരും. പിന്നെ ബ്രിട്ടീഷ് റൂളിനെ കുറിച്ചൊക്കെ ആയിരിക്കും പറയുന്നത്. റിയലിസം ഒക്കെ ആയിരിക്കും വരുന്നത്. സോ അത്രയും കാര്യങ്ങൾ എഴുതിയിട്ട് ആരൊക്കെയായിരുന്നു റൈറ്റേഴ്സ്, അവരുടെ വർക്കിനകത്ത് എന്തൊക്കെയായിരുന്നു വന്നുകൊണ്ടിരിക്കുന്നതെന്നും എഴുതുക. നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ഇമാജിനറി ഹോംലാൻഡ്സിനകത്തുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതായത് ഹോംലാൻഡിനെ കുറിച്ച് പറയുന്നുണ്ട്, മെമ്മറിയെ കുറിച്ച് പറയുന്നുണ്ട് ഈ ഒരു വർക്കിനകത്ത്, മൈഗ്രേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ മൈഗ്രേറ്റ് ചെയ്ത് പോയവരുടെ മെമ്മറി അവരുടെ ഹോംലാൻഡിനെ കുറിച്ച് എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഗെയിംസ് അറ്റ് ട്വൈലൈറ്റിനകത്തുള്ള ചൈൽഡ് സൈക്കോളജി. ആ കുട്ടി വളരെ ഡിസപ്പോയിൻറ്റഡ് ആവുന്നു, ആ കുട്ടിയുടെ ഇൻസെക്യൂരിറ്റിയെ കുറിച്ചൊക്കെ പറയണം, സെൻസിറ്റിവിറ്റി, വൾണറബിലിറ്റിയെ കുറിച്ച് പറയുക. പിന്നെന്താണ്, കുട്ടികൾ ഗെയിംസിനെ സീരിയസ് ആയിട്ടാണ് എടുക്കുന്നത് അല്ലേ, അപ്പോൾ ആ ഒരു ഡിഗ്നിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു ക്ലൈമാക്സിനെ കുറിച്ചും പറയുക. പിന്നെ ഓരോ റൈറ്റേഴ്സിനെ എടുത്ത് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻ 2024 ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ മനു ജോസഫ് എങ്ങനെയാണ് ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലിസ്റ്റായിട്ട് മാറുന്നത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈലും വർക്ക്സിനെ കുറിച്ചുമാണ് ചോദിച്ചിരിക്കുന്നത്. മനു ജോസഫിൻ്റെയാണ് സീരിയസ് മെൻ എന്നുള്ള വർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞത്. സോ അപ്പോൾ ഓരോ റൈറ്റേഴ്സിനെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട്, ഇവരൊക്കെ കണ്ടംപററി റൈറ്റേഴ്സാണ്, ഓരോ റൈറ്റേഴ്സിനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഓരോരുത്തരെയും എടുത്ത് വെച്ചിട്ടും ചോദിക്കാം കേട്ടോ, 4 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട്. അത് നോക്കി വെക്കുക. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ടെറിബിൾ മേട്രിയാർക്കിയുടെ ഗ്രാൻഡ് മദർ ഫിഗറിനെയും പിന്നെയും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഗൊല്ലക്കഞ്ചിൻ്റെ ആ ഒരു ബോർഡർ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്തു തന്നെയാണ്. പിന്നെ അലിഗർ എന്നുള്ള വർക്കിനകത്ത് എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് മെമ്മറി, ടൈം ആൻഡ് പ്ലേസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വീണ്ടും വരുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രിയിൽ കൊളോണിയലിസത്തിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൊളോണിയൽ റൈറ്റേഴ്സിൻ്റെ കാര്യവും, അതായത് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുന്നേ ഉള്ള റൈറ്റേഴ്സിൻ്റെ കാര്യം പറയുക, ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള റൈറ്റേഴ്സിൻ്റെ കാര്യം ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോയാൽ മതി. അവരുടെ വർക്ക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത് അറിഞ്ഞാൽ മതി. പിന്നെ നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഡോ ലൈൻസ് വീണ്ടും ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. കെ സച്ചിദാനന്ദൻ്റെ പ്ലൂറാലിറ്റിയുടെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറലൈസ് ചെയ്ത് എഴുതിയാൽ മതി. ആ ഒരു എസ്സേക്കകത്ത് എന്താണോ പോയിന്റ്സ് വരുന്നത് അത് മാത്രം. പിന്നെ നാഗമണ്ഡലയുടെ കാര്യം പറയുന്നുണ്ട്. ഈ ഫെമിനിസം, നാഗമണ്ഡലയ്ക്കകത്ത് ഫെമിനിസം, ഫോക്ലോർ, പേട്രിയാർക്കി, ഈ 3 കാര്യങ്ങൾ എപ്പോഴും നോക്കിക്കൊണ്ട് പോവുക. പിന്നെ പേട്രിയാർക്കി വരുമ്പോൾ ഏത് ക്യാരക്ടറിൻ്റെ കാര്യം പറയും, അപ്പണ്ണയുടെ ക്യാരക്ടറിൻ്റെ കാര്യമാണ് പറയേണ്ടത്. എന്ന് വെച്ചാൽ റാണിയായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നതും നെഗ്ലക്റ്റ് ചെയ്യുന്നതും. പിന്നെ പേട്രിയാർക്കിയുടെ കാര്യം പറയുമ്പോൾ ഈ അപ്പണ്ണയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ആ ഒരു നെഗ്ലിജൻസ് ഈ കോബ്ര ട്രാൻസ്ഫോം ചെയ്ത് ഒരു ഹസ്ബൻഡായിട്ട് വരുമ്പോൾ അവർക്ക് അവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്, ആ ലവും കെയറും. അപ്പം പേട്രിയാർക്കിയിൽ തന്നെ ഉള്ള 2 ഡിഫറെൻറ്റ് ഷെയ്ഡ്സിനെ കുറിച്ച് പറയുക. അപ്പണ്ണയുടെ അടുത്തുനിന്ന് കിട്ടാത്ത ലവ് ആൻഡ് റെസ്പെക്റ്റ് ഈ കോബ്രയുടെ കയ്യിൽ നിന്നാണ് ആർക്ക് കിട്ടുന്നത്, റാണിക്ക് കിട്ടുന്നത്. സോ ആ 2 കാര്യങ്ങൾ പറയാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പണ്ണയെ മാത്രം കുറ്റം പറഞ്ഞ് പോകരുത്. അപ്പണ്ണയ്ക്കുള്ള ആ ഒരു ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ പറയുക. അതിനോടൊപ്പം തന്നെ കോബ്രയുടെ കാര്യവും പറയുക കേട്ടോ. അവസാനം ഇതെങ്ങനെയാണ് എൻഡ് ചെയ്യുന്നതെന്നും അവസാനം അപ്പണ്ണയ്ക്ക് ഇവരോടുള്ള ആ ഒരു മാനസികാവസ്ഥ മാറുന്നത് എങ്ങനെയാണെന്നും ഒക്കെ ഒന്ന് പറഞ്ഞു പോവുക. പിന്നെ വരുന്നത് റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ഇംഗ്ലീഷ് പോയട്രി ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രി എന്ന് വെച്ചാൽ കണ്ടംപററി റൈറ്റേഴ്സിനെ കുറിച്ചും അവരുടെ വർക്ക്സിനകത്ത് വരുന്ന തീംസിനെ കുറിച്ചുമാണ് എഴുതേണ്ടത് കേട്ടോ. ഇപ്പോഴത്തെ ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രി ട്രെൻഡ്സ് ആണ്. അപ്പം എക്സ്പെരിമെൻറ്റേഷനാണ്, പുതിയ രീതിയിലാണ് എഴുതുന്നത്. ഡൈവേഴ്സ് ആയിട്ടുള്ള വർക്ക്സ് ആണ്. ജെൻഡർ, കാസ്റ്റ്, ഐഡൻറ്റിറ്റി, മൈഗ്രേഷൻ, എൻവയോൺമെൻറ്റൽ കൺസേൺസ്, ഫെമിനിസം, ഇത്രയാണ് തീമായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള വർക്ക്സും റൈറ്റേഴ്സിനെ വെച്ചിട്ടും എഴുതാം നിങ്ങൾക്ക് കേട്ടോ. പുതിയ റൈറ്റേഴ്സിനെ വെച്ചിട്ട് അരുന്ധതി റോയുടെയും മറ്റേ മനു ജോസഫിൻ്റെയും ജുംബ ലാഹിരിയുടെ വർക്ക്സും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു പോവാം. പിന്നെ കമലാദാസിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് പറഞ്ഞു പോവാം കേട്ടോ. അവരുടെ ആ വർക്ക്സിനെ കുറിച്ചും അവരുടെ റൈറ്റിംഗ് സ്റ്റൈലിനെ കുറിച്ചുമാണ് റീസെൻറ്റ് ട്രെൻഡ്സ് എന്ന് പറഞ്ഞ ആ ഒരു എസ്സേ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം.